ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടൊരു നൈറ്റി ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. ഇത് നൈറ്റിയിലും കുർത്തിയിലും ഒക്കെ നമുക്ക് നെക്കിന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ക്യാൻവാസ് ആവശ്യമുണ്ട്. ക്യാൻവാസ് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ക്യാൻവാസ് നമ്മൾ എടുക്കുന്നത് ഏകദേശം എത്ര വരുന്നത് 12 ഇഞ്ച് നീളവും ഒരു 5.5 ഇഞ്ച് വീതിയും വരുന്നത്. രണ്ടായിട്ട് മടക്കി വെക്കുമ്പോൾ 5.5 ഇഞ്ച് വീതിയും വരുന്ന ഇതിലാണ് എടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് നെക്ക് വിഡ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത്. അതുപോലെ നെക്കിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കൊടുക്കും. ഞാനിവിടെ 6 ഇഞ്ച് ആണ് നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത്. ഇത് നമുക്കൊരു സ്ക്വയറായിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതിന് ഉള്ളിൽ ചെറിയൊരു റൗണ്ട് ഷേപ്പായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇങ്ങനെ ഒരു സിമ്പിളായിട്ട് റൗണ്ട് ഷേപ്പ് ആദ്യം ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് കട്ടിയാക്കിയിട്ട് വരച്ചു കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഒന്ന് വരച്ചെടുക്കണം. അത് നമ്മൾ വരച്ചെടുക്കുക. ചോക്ക് കൊണ്ടാണെങ്കിൽ അതിങ്ങനെ മടക്കി വെച്ചിട്ടൊന്ന് ചെറുതായിട്ടും തട്ടിക്കൊടുത്ത് ഇപ്പുറത്ത് അതേപോലെ അടയാളം വരും. അങ്ങനെയും വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അളവെടുത്തിട്ടും വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ വരച്ച ആ റൗണ്ടിൽ നിന്നും ഒരു 2 ഇഞ്ച് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കുറച്ച് ഏകദേശം ഒരു പകുതി വരെ ഇതുപോലെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് പോകണം. മുഴുവനായിട്ടും വേണ്ട, ഏകദേശം ഇതിൻ്റെ നെക്കിൻ്റെ ഏകദേശം ഒരു ഇത്ര എത്തുന്നത് വരെ ഒന്ന് 2 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് എല്ലാം ഒന്ന് ജോയിൻ ചെയ്യണം. അതിനുശേഷമാണ് നമ്മളിതിൻ്റെ ഡിസൈൻ ചെയ്യുന്നത്. ഇതിന് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഏകദേശം ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കാം. ഏകദേശം ഇങ്ങനെ ആ നേരത്തെ വരച്ച ആ ലൈനിനും ഇങ്ങനെ താഴേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെയൊന്ന് വരച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്നുകൂടി വരച്ചു കൊടുത്ത് ആ നേരത്തെ വരച്ച ആ ഒരു സ്ഥലത്ത് നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ ഏകദേശം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ഏകദേശം ഇങ്ങനെയൊന്ന് വരച്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിത് കട്ടിയായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഭാഗം മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കാം. എക്സ്ട്രാ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മാർക്ക് ചെയ്ത് അതിലൂടെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കണം. ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പീസ് തുണിയിൽ ഇങ്ങനെ വെച്ചൊന്ന് അയൺ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് മാക്സിയുടെ സൈഡിൽ നിന്ന് ബാക്കി കിട്ടുന്ന പീസ് 2 പീസൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ആദ്യം. അതിനുശേഷം അതിൻ്റെ ചീത്ത വശത്ത് ഇത് വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് അതിൽ അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോഴും എക്സ്ട്രാ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതവിടെ ഫുള്ളായിട്ടും ആ മേലെ ഭാഗത്ത് മാത്രം കുറച്ചൊന്ന് എക്സ്ട്രാ വെക്കുക. ബാക്കി എല്ലാ സൈഡിലും നമ്മളെ ക്യാൻവാസിട്ട് അതുപോലെ തന്നെയാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഇനി നമുക്കിതിന് ചെറിയൊരു പൈപ്പിംഗ് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ, അതായത് ഏതെങ്കിലും കോൺട്രാസ്റ്റ് കളർ തുണി എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റുമായിട്ടൊരു പൈപ്പിംഗ് കൊടുക്കണം. നമുക്ക് ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അറ്റത്ത് പൈപ്പിംഗ് കൊടുത്തു തുടങ്ങാം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ തയ്യൽ തുമ്പ്, 1/4 ഇഞ്ച് മതി, 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം മുഴുവനായിട്ടും ചുറ്റും ഇങ്ങനെ ഒന്ന് പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് തയ്ച്ചു കൊടുക്കണം. ആദ്യം ഇങ്ങനെ മുഴുവനായിട്ടും തയ്ച്ചു കൊടുക്കണം. ഇത് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കണം. ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ബ്ലാക്ക് കളർ നൂല് വെച്ച് തന്നെ അതിൻ്റെ ബ്ലാക്ക് കളർ വരുന്നതിലൂടെ തന്നെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ അത് മുഴുവനായിട്ടൊന്ന് ചെയ്തെടുക്കാം. ഇത് പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നെക്കിൽ എങ്ങനെയാണ് ഇത് വരുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ നെക്ക്, അതായത് മെയിൻ പീസ്, നമ്മുടെ മാക്സിയുടെ പീസ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത ആ പീസ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയുള്ള ആ 3 ഇഞ്ചും 6 ഇഞ്ചും വെച്ചിട്ട് നമ്മൾ അത് അടയാളപ്പെടുത്തിയിട്ട് ആക്കുന്നത് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഈ പീസ് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി, കറക്റ്റായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഈ നെക്കൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുക. നെക്കിനെ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത ആ ക്യാൻവാസിൻ്റെ പീസ് ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം നമ്മുടെ നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് പീസ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ട് ആദ്യം ഫിനിഷ് ചെയ്തെടുക്കണം. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പൈപ്പിംഗ് കൂടി ഡിസൈനായിട്ട് വരുന്നുണ്ട്. ആദ്യം നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ പീസിൻ്റെ ക്രോസ് പീസ് എടുത്തിട്ട് ഇതിൻ്റെ നൈറ്റിയുടെ ചീത്ത വശത്ത് ഇങ്ങനെ വെച്ച് കൊടുത്ത് മുഴുവനായിട്ട് ഒന്ന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് തയ്ച്ചു കൊടുത്തതിന് ശേഷം ഇപ്പുറത്തേക്ക് 2ആയിട്ട് മടക്കിയിട്ട് ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കണം.
ഇതെങ്ങനെ ആക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കണം. അത് ഓരോ പ്രാവശ്യം പറയുന്നില്ല, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല പതിഞ്ഞ് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ആ സ്റ്റിച്ചിൻ്റെ അവിടെ ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് മുഴുവനായിട്ട് ഇങ്ങനെ ഒന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പീസ് ഒന്ന് വെച്ച് നോക്കാം, എവിടം വരെയാണ് ഈ പീസ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കൊടുക്കുന്ന ആ പൈപ്പിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഉള്ളിലേക്കായിട്ട് ഒരു മാർക്കിങ് കൊടുക്കുക. അതായത് അവിടെ ഒരു പൈപ്പിംഗ് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻവാസ് പീസും കൂടി വെച്ച് കഴിഞ്ഞാൽ ആ പൈപ്പിങ്ങിൻ്റെ അറ്റം കാണരുത്. അതിന് വേണ്ടിയിട്ട് ഈ ക്യാൻവാസ് പീസിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ വേണം ഈ മാർക്കിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഉള്ളോട്ട് വരുന്ന രീതി വരെ നമുക്ക് പൈപ്പിംഗ് കൊടുക്കണം. അപ്പോൾ ഇത് എത്രയാണെന്ന് വെച്ചാൽ അത്രയും അതേപോലെ തന്നെ എല്ലായിടത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതേ അളവ് തന്നെ മേലെ വരെ ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വേണം നമ്മൾ ആ ബ്ലാക്ക് പീസ് ഒന്ന് പൈപ്പിംഗ് പോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ആ പീസ് തന്നെ എടുക്കാം, ക്രോസ് പീസ് തന്നെ എടുക്കാം. അതിനുശേഷം ക്രോസ് പീസ് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അറ്റത്ത് കൂടെ, ഒരുപാട് അരയിഞ്ചും കാലിഞ്ചും അങ്ങനെയൊന്നും പറയാനില്ല, അറ്റത്ത് കൂടി ഒന്ന് തയ്ച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ വരച്ച വരയിലൂടെ തന്നെ അറ്റത്തൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കണം. അത് മുഴുവനായിട്ടും അങ്ങനെ അവിടം വരെ തയ്ച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി അതിനുശേഷം ആ സ്റ്റിച്ച് ഉള്ളിൽ പോകുന്ന രീതിയിൽ ഇതിനെ അങ്ങോട്ടേക്ക് മടക്കിയിട്ട് അതിൻ്റെ അരികിലൂടെ ഒന്നും കൂടി ഒന്ന് തയ്ച്ചു കൊടുത്താൽ നമ്മുടെ ഒരു പതിഞ്ഞ് ഭംഗിയായിട്ട് നിൽക്കും. ഇത് എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തപ്പോൾ എക്സ്ട്രാ ഇങ്ങനെ തള്ളി നിൽക്കുന്ന പീസൊന്ന് കട്ട് ചെയ്ത് കളയുന്നതാണ്. അപ്പോൾ ആ സ്റ്റിച്ച് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ മുഴുവനായിട്ട് ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത്. ഇങ്ങനെ വെക്കാം. എന്നിട്ട് അപ്പുറത്തെ അറ്റത്തൂടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ ക്യാൻവാസ് പീസ് ഇവിടെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം. അതായത് പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നേരത്തെ പീസ് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, അതാ കാണാത്ത രീതിയിൽ. അതായത് നമ്മളിപ്പോൾ നേരത്തെ ഉള്ളിലല്ലേ മാർക്ക് ചെയ്ത് കൊടുത്ത്, അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്, പുറത്തേക്ക് കാണുന്നൊന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ മുഴുവനായിട്ടൊന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ മതി. ഇനി കുറച്ചുകൂടി ഒന്ന് അടിപൊളിയാക്കണമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പീസ് കൊണ്ട് ഡിസൈനും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്ക്വയർ ആയിട്ടൊരു പീസ് എടുക്കുക, ബ്ലാക്ക് ക്രോസ് പീസല്ല, സാധാരണ ഒരു പീസിന് ബ്ലാക്ക് ഇങ്ങനെ നാലായിട്ട് മടക്കുമ്പോൾ ഒരു ട്രയാങ്കിൾ പോലെ കിട്ടും. അപ്പോൾ ഇത് തയ്ച്ച് കൊടുക്കുന്നതിന് ഇടയിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെയൊന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കുക. മുഴുവനായിട്ടും താഴെ വരെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ട്രയാങ്കിൾസ് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം പതിച്ച് തയ്ച്ച് കൊടുക്കുക. അപ്പോൾ നല്ലൊരു അടിപൊളി ഡിസൈനും ആവും. ഇങ്ങനെ ഫുള്ളായിട്ട് ഇവിടെ ഈ പോയിന്റ് വരെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടില്ലേ, എന്ത് രസം നോക്കിയിട്ട്, എത്ര എളുപ്പത്തിൽ നമുക്ക് നല്ല അടിപൊളി ഡിസൈൻ കിട്ടി. നമുക്ക് കുർത്തിക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇനി നമുക്കൊരു 4 ബട്ടൺസും കൂടി വെച്ച് കൊടുത്താൽ ഡിസൈൻ പൂർത്തിയാവും. അതിന് വേണ്ടിയിട്ട് ബട്ടൺസ് ബ്ലാക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. ഇനി അതില്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു ബട്ടൺസ് എടുത്തിട്ട് ഒരു കഷ്ണം തുണിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അതിങ്ങനെ ചുറ്റി ഒന്ന് തുന്നി കൊടുക്കുക. ഇങ്ങനെ ആക്കിയിട്ട് വലിച്ച് തുന്നി കൊടുക്കുക. ഇങ്ങനെ വലിച്ച് പിടിച്ച് തുന്നി കൊടുക്കുമ്പോൾ നല്ല റൗണ്ടായിട്ട് തന്നെ വരും. ഇങ്ങനെ എത്ര എണ്ണം വേണ്ടതെന്ന് വെച്ചാൽ അത്ര എണ്ണം റെഡിയാക്കി എടുക്കുക. ഞാനിവിടെ ഒരു 4 എണ്ണമാണ് കൊടുക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ദൂരെ ഈ ഒരു സ്ഥലത്ത് ഏകദേശം ഒരു 3-4 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി നോക്കിക്കോളൂ. ഒരു ബട്ടൺ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ചുറ്റിയിട്ട് വലിച്ച് ആ റൗണ്ട് ഷേപ്പ് ആവുന്ന രീതിയിൽ ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ശേഷം വേണം സൂചി കൊണ്ട് ഇങ്ങനെ തുന്നി കൊടുക്കുക. അത് പുറത്തുനിന്ന് ഇങ്ങനെ കുത്തിയെടുത്തിട്ട് അകത്തേക്ക് വലിച്ച് തുന്നുക. അപ്പോൾ ആ ഒരു പോയിൻ്റായി നിൽക്കുന്നതൊക്കെ ഉള്ളോട്ടേക്ക് പോകും. ഇങ്ങനെ എടുക്കുക. എന്നിട്ട് പോയിൻ്റ് കൂർത്ത് നിൽക്കുന്നുണ്ടാവുമല്ലോ, അതെല്ലാം ഇങ്ങനെ വലിച്ച് ഉള്ളിലേക്കൊന്ന് തുന്നി പിടിപ്പിക്കുമ്പോൾ നല്ല റൗണ്ടായിട്ട് തന്നെ കിട്ടും. നമ്മുടെ കയ്യിൽ ഈ ഇഷ്ടപ്പെട്ട കളറുള്ള ആ ഒരു ബട്ടൺസ് ഇല്ലാത്ത കണ്ടീഷനിൽ നമുക്ക് ഇപ്പോൾ ചുരിദാറിനൊക്കെ വെക്കണമെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടമില്ല അതേ കളറിൽ നമുക്ക് ബട്ടൺസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ 4 എണ്ണം ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. 4 നമുക്ക് ഇവിടെ ഒന്ന് തുന്നി കൊടുക്കാം. ഇവിടെ ഇങ്ങനെ തുന്നി കൊടുക്കുന്നുണ്ട്. നമ്മുടെ അപ്പം ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. സൂപ്പറായിട്ടുള്ള ഡിസൈനാണ്. കുർത്തിക്കും ചെയ്യാം, അല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ ബ്ലൗസിനോ അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, നൈറ്റിക്കും ചെയ്യാം, എന്തിനു വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ ഇതിപ്പോൾ പിങ്കിന് ബ്ലൂ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഉണ്ടാവും. എൻ്റെ ബ്ലൂ കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ചെയ്തത്. എന്നാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു, നല്ല ഭംഗിയിലും ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ഇതുപോലെ അടിപൊളി ഡിസൈനിങ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്